ചൊവ്വൂർ YMCAയുടെയും IFA ഫർണിച്ചർ ലൈഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചൊവ്വൂർ IFA ഷോറൂമിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. YMCA കേരള റീജിയണൽ സെക്രട്ടറി റെജി വർഗീസ് വനിതാ ദിനം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ഒരു വളർച്ച അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ചില സിംബൽസ് ഒക്കെ അനിവാര്യമാണ്. നമ്മുടെ ഡ്രസ്സും നമ്മുടെ അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പേഴ്സൺഷിപ്പും നമ്മുടെ പേഴ്സണൽ എംപവർമെൻറ്റും ഒക്കെ തന്നെ നമ്മളുടെ സ്ത്രീ സമത്വത്തെക്കുറിച്ച് സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഭവനങ്ങളിൽ തന്നെ തുടങ്ങി വെച്ച് സമൂഹത്തിൽ വ്യാപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതല്ല എങ്കിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു ആൺകോയ്മയുടെയോ ആണധികാരത്തിൻ്റെയോ ഒക്കെ തുടർച്ചയായി വീണ്ടും നമ്മൾ അടിമത്തത്തിലേക്ക്, അടിമത്തം എന്നൊക്കെ പറഞ്ഞാൽ പഴയ രീതിയിലുള്ള വലിയ അടിമത്തമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളൊക്കെ സാമ്പത്തികമായി സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് തന്നെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും ചെറുകൾ ഒളിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഭവനത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഈ വനിതാ ദിനം നമുക്ക് മനസ്സിൽ വെക്കുകയാണ്. ചൊവ്വൂർ YMCA പ്രസിഡന്റും IFA ഡയറക്ടറുമായ ജോബി ജോർജ് അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് മുഖ്യാതിഥിയായി. IFA സ്ഥാപകൻ ഫൈസൽ ചീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ JCB കണ്ടുപിടിച്ചോട് കൂടിയിട്ട് കളക്കുക എന്നുള്ള സാധനത്തിന് പ്രസക്തിയില്ല. ആളുകളെ ഏറ്റുന്നതിൻ്റെ പകരം ഈ ക്രയോജനിക് എഞ്ചിനുകളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വിമാനങ്ങളും അതുപോലെ തന്നെ മോട്ടോർ വാഹനങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ആണുങ്ങളുടെ പ്രസക്തി സത്യത്തിൽ നഷ്ടപ്പെട്ടു. ശരിക്കും മാർച്ച് 8-ന് വുമൻസ് ഡേക്ക് വലിയൊരു പ്രസക്തിയൊന്നുമില്ല. പക്ഷെ ഏതൊരു ആളുകളുടെ പിന്നിലും ഏതൊരാണുങ്ങളുടെ പിന്നിലും ഒരു സ്ത്രീകൾ ഉണ്ടാവുന്ന പറഞ്ഞ പോലെ എൻ്റെ ഒരു ജീവിതത്തിലും എൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മക്കളെ എൻ്റെ കൂടെ 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ബിസിനസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സാമാന്യത്തിൽ കുറഞ്ഞ പേടിയുള്ള സാമാന്യത്തിൽ കൂടുതൽ ഭയമുള്ള ഒരാളും സാമാന്യത്തിൽ കുറവ് ആരോഗ്യമുള്ള ഒരാളൊക്കെ ആണെങ്കിലും എൻ്റെ വൈഫിൻ്റെ വിചാരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈസി, അതൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ ഏട്ടനൊക്കെ മറികടക്കും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ചേർപ്പ് പഞ്ചായത്ത് മെമ്പർ എൽവിയ ദേവസി, ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജെൻസി ജോസ്, CALP സ്കൂൾ പ്രധാനാധ്യാപിക MJ ജെറീന, ആലുവ രാജഗിരി ആശുപത്രി ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഡോക്ടർ എൽവ റോസ്, രാജേശ്വരി, ജമീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള YMCA വനിതാ ഫോറം വൈസ് ചെയർപേഴ്സൺ ഖാദ തോമസ്, YMCA സെക്രട്ടറി ജോസഫ് പുളിക്കൻ, IFA ഡയറക്ടർ P അബ്ദുൾ ജലീൽ, ഷോറൂം മാനേജർ P ആദർശ്, YMCA ട്രഷറർ പോൾസൻ മാറൂക്കി, ഹൈഫൈ നാഷണൽ സെക്രട്ടറി ജസ്മരിയ ആൻഡോ, വനിതാ ഫോറം കൺവീനർ ലീന ലാസർ എന്നിവർ സംസാരിച്ചു. വനിതാ ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വൂർ YMCA വനിതാ ഫോറം അംഗങ്ങളുടെയും IFA സ്റ്റാഫ് അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രശസ്ത മെന്റലിസ്റ്റ് ജലീൽ പുതുക്കൊള്ളി അവതരിപ്പിച്ച മെന്റലിസം ഷോ ശ്രദ്ധേയമായി.